ഞാൻ ഡോക്ടർ ധന്യ സുരേഷ്. നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആൻഡ് ഹാപ്പിനെസ് നേടണമെങ്കിൽ ഇക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ പലതരം ഇമോഷൻസിലൂടെ കടന്നു പോകും. നമ്മൾ സന്തോഷത്തോടെ, സങ്കടത്തോടെ, വെറുപ്പ്, സ്നേഹം, സഹാനുഭൂതി, അങ്ങനെ നമ്മൾ പല പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്നു. നമ്മൾ സ്നേഹം, സന്തോഷം, സഹാനുഭൂതി എന്നീ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, ഡോപ്പമിൻ എന്നീ ഹോർമോണുകൾ റിലീസ് ചെയ്യുകയും നമ്മുടെ സ്ട്രെസ്, ആൻസൈറ്റി എല്ലാം കുറയ്ക്കുകയും ചെയ്യും. ഈ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് മൂലം ബ്രെയിനിലെ സെറോട്ടോണർജിക് സിഗ്നലിംഗ് സ്മൂത്ത് ആവുകയും ബ്രെയിൻ ഫംഗ്ഷനിങ് ഈസിയായി നടക്കുകയും ചെയ്യുന്നു. ഇത് കാരണം നമ്മുടെ സ്ട്രെസ്, സ്ട്രെയിൻ എല്ലാം കുറയുകയും സന്തോഷം, സ്നേഹം എന്നീ വികാരങ്ങൾ കൂടുകയും ചെയ്യും. നമുക്ക് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നന്ദി പ്രകടിപ്പിക്കുന്നത്. നമ്മൾ എല്ലാ കാര്യത്തിലും നന്ദി ഉള്ളവരായും നന്ദി പ്രകടിപ്പിക്കുന്നവരായും ഇരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു കാര്യം തന്നെ, രാവിലെ എണ്ണീക്കുമ്പോൾ നമുക്ക് രാവിലെ എണ്ണീറ്റ് കണ്ണു തുറക്കാൻ ഒരു അവസരം തന്നത് ദൈവത്തോട് നന്ദി പറയാം. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ നന്ദി പ്രകടിപ്പിക്കാൻ പഠിക്കുക. രണ്ടാമതായി, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായി ഇടപെടുക. പോസിറ്റീവായും എനർജറ്റിക്കുമായും ആയിട്ടുള്ള ആൾക്കാരുമായി കൂടുതൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ തോട്ട്സും ഫീലിങ്സും എല്ലാം പോസിറ്റീവായിട്ട് ഇരിക്കും. അതുപോലെ ടോക്സിക് എൻവയോൺമെന്റ്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മൂന്നാമതായി നമുക്ക് പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രസന്റിൽ ഫോക്കസ് ചെയ്യുക. പ്രസന്റിൽ ഫോക്കസ് ചെയ്യുക എന്ന് വെച്ചാൽ പാസ്റ്റിലെ റിഗ്രറ്റ്സും ഫ്യൂച്ചറിലെ നമ്മുടെ ആൻസൈറ്റീസും നമുക്ക് അവോയ്ഡ് ചെയ്യും. മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് എന്നിവ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കിത് ബോഡി ട്യൂൺ ചെയ്ത് വരാവുന്നതാണ്. ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു കാര്യം അക്വയർ ചെയ്യാവുന്നതാണ്. നാലാമതായി നമുക്ക് പറയാവുന്ന കാര്യമാണ് ദയാപൂർവമായ കാര്യങ്ങൾ, പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. മീൻസ് എന്താന്ന് വെച്ചാല് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ആ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക, എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ കണക്ടിവിറ്റി ഇൻക്രീസ് ആവുകയും അതിലൂടെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൂടുകയും സെൽഫ് എസ്റ്റീം കൂടുകയും ചെയ്യും. അഞ്ചാമതായി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുക, എക്സസൈസുകളൊക്കെ ചെയ്ത് ബോഡീനെ റിഫ്രഷ് ആക്കി വെക്കുക. റെഗുലറായി നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് മൂലം എൻഡോർഫൈൻസ് ഇൻക്രീസ് ചെയ്യുകയും പെയിനെ അത് ബ്ലോക്ക് ചെയ്യുകയും വെൽബീയിങ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്മെ സന്തോഷിപ്പിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഹോബീസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള റിസർച്ചുകൾ ഇതിനകത്തൊക്കെ പങ്കെടുക്കുക. ആറാമതായി നമുക്ക് പറയാവുന്ന കാര്യം നെഗറ്റീവ് തോട്ട്സിനെ റീഫ്രെയിം ചെയ്യുക. തിരിച്ചടികൾ നമുക്കുള്ള പാഠങ്ങളായി കണക്കാക്കി അവസരങ്ങൾ കണ്ടെത്തുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൊടുത്ത് പോസിറ്റിവിറ്റി നൽകി സൊല്യൂഷൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലാണ്ട് പ്രോബ്ലംസിലല്ല. ഏഴാമതായി നമുക്ക് പറയാൻ പറ്റുന്നത് പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പോസിറ്റീവ് പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്നതിലൂടെ സന്തോഷം, ശുഭാപ്തി വിശ്വാസം, ഒരു പോസിറ്റീവ്നെസ് നമ്മളിൽ നിറയുകയും ചെയ്യും. ഇതിനാൽ ധാരാളം നല്ല ബുക്കുകൾ വായിക്കുന്നത് അത്യുത്തമമാണ്. എട്ടാമതായി നമുക്ക് പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇൻപുട്സിനെ ലിമിറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ചെലവാക്കുന്ന സമയം കുറയ്ക്കുക. നെഗറ്റീവ് സെൽഫ് ടോക്ക് അവോയ്ഡ് ചെയ്യുക. അതുപോലെ സോഷ്യൽ മീഡിയയിലെ നോട്ടിഫിക്കേഷൻ, അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ആക്കിയിടുക. ദേഷ്യം, വിരോധം, സത്യം മറച്ചു വയ്ക്കൽ എന്നിവ മൂലം നമ്മളുടെ ബോഡിയിലെ കോർട്ടിസോൾ ലെവൽ കൂടുകയും ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം മുതലായവയെ നെഗറ്റീവായി സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഇവ സ്ട്രെസ്, ആൻസൈറ്റി, ഫിയർ, മാനസിക പിരിമുറുക്കങ്ങൾ, ഉറക്കമില്ലായ്മ, സങ്കടം എന്നീ വികാരത്തെ ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസിലൂടെ നമ്മൾ കുറച്ചു നാൾ കടന്നു പോയാൽ ഇത് ബോഡീനെ നെഗറ്റീവായി അഫക്റ്റ് ചെയ്യുകയും നമ്മുടെ ബോഡി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളും അതുപോലെ സൈക്കോസൊമാറ്റിക് ഡിസീസുകളും ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വയറിന്റെ ആരോഗ്യം ഓക്കെ ആണെങ്കിൽ ഏറെക്കുറെ നമ്മുടെ മൂഡും ഓക്കെ ആയിരിക്കും. റെഗുലർ എക്സസൈസ് ശീലമാക്കുക. omega-3 റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അധികമായി ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തൈര്, അധികം പുളിക്കാത്ത തൈര് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം നമ്മുടെ ബോഡിയുടെ ആരോഗ്യത്തെ നന്നായി ഇംപ്രൂവ് ചെയ്യും.
പ്രത്യേകിച്ചും അതൊരു രാത്രി 10 മുതൽ രാവിലെ ഒരു 5 മണി വരെ ഉറങ്ങാമെങ്കിൽ വളരെ നന്നായിരിക്കും. മാറ്റങ്ങൾ അനിവാര്യമാണ്. നല്ലൊരു നാളേക്കായി നമുക്ക് ഇന്നേ തുടങ്ങാം. നമസ്കാരം.